തലശ്ശേരി മാഹി ബൈപ്പാസിൽ വർദ്ധിപ്പിച്ച ടോൾ നിരക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി കൊളശ്ശേരി ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പാലത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ടോൾ ബൂത്തിന് സമീപം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ ഉദ്ഘാടനം ചെയ്തു. അപ്പുറമുള്ള മാഹി ഇങ്ങോട്ട് പറിച്ചു മാറ്റുമ്പോൾ യാത്രക്കാർക്ക് ഇവിടെ ചെറിയ പൈസക്ക് ഡീസലും പെട്രോളും ലഭിക്കുമെന്ന ഒരു റോഡ് ഒരുക്കണമെങ്കിൽ ഇപ്പോൾ ഉള്ളതുപോലെ നിലവിലുള്ള റോഡ് ഒളിച്ച് വീണ്ടും താഴെ കൂടി കടത്തിവിട്ട് 10-12ഓളം വരുന്ന ആ പമ്പിന് പറ്റുന്ന വിധത്തിലേക്കുള്ള ഒരു ഘടനയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ ഇനിയും മാസങ്ങൾ വേണ്ടി വരും. ആ ഘട്ടത്തിലാണ് നിലവിൽ തന്നെ അവസാനിപ്പിക്കേണ്ടുന്ന ടോൾ പിരിവ് വീണ്ടും വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. ഇതേ ഘട്ടമായിരുന്നു പാലിയക്കരയിൽ സംഭവിച്ചത്. പാലിയക്കരയിൽ 3 അണ്ടർ പാസേജും അത് ഫ്ലൈ ഓവർ നിർമ്മിക്കുന്ന ഘട്ടത്തിൽ അവിടെ വലിയ സമരം ഡിവൈഎഫ്ഐ നടത്തി കോടതിയിൽ പോയി. കോടതി തന്നെ ആ ഘട്ടത്തിൽ ടോൾ പിരിവ് അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച ഘട്ടം ഉണ്ടായിരുന്നു. ഇവിടെ ഏതായാലും ഞങ്ങൾ ഇന്നലെ ഒരു മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പ്രാഥമികമായി ഒരു മാർച്ച് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അനാവശ്യമായി ഇവിടെ ഏതെങ്കിലും തരത്തിൽ സംഘർഷത്തിലേക്ക് ഡിവൈഎഫ്ഐ നീങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ ജനങ്ങളാകെ ആവശ്യപ്പെടുന്ന ഒരു മുദ്രാവാക്യമാകുമ്പോൾ സ്വാഭാവികമായിട്ടും സമരത്തിൽ പങ്കെടുക്കുന്നവർ ഒരു തള്ളിക്കയറുക എന്ന രീതി സ്വാഭാവികമായി സമരത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്. അത്തരം പ്രതിഷേധത്തെ രേഖപ്പെടുത്തുമ്പോൾ അതിനെ മറ്റു വിധത്തിൽ പ്രകോപനം സൃഷ്ടിക്കാൻ ഇത്തരം ഉദ്യോഗസ്ഥർ മുന്നോട്ട് വന്നത് ഇവിടെ കണ്ടു. അത് അല്പം അപക്വമായി പോയി. അത്രമാത്രം അപക്വമായി ഏറ്റവും ഒടുവിൽ ഞങ്ങൾ ഈ സമരം ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് കെ അനുശ്രീ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധത്തിനിടെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ഉള്ളിൽ പ്രവേശിച്ചതോടെ 5 പേരെ പോലീസ് ജീപ്പിലേക്ക് കയറ്റി അവിടെ നിന്നും നീക്കി. ഇവരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരിയ തോതിൽ സംഘർഷവും പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. കസ്റ്റഡിയിലെടുത്ത 5 പേരെയും തലശ്ശേരി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയെങ്കിലും പിന്നീട് വിട്ടയച്ചു. പ്രതിഷേധത്തെ തുടർന്ന് 3 മണിക്കൂർ ചോനാട മുതൽ ബാലം വരെ ബൈപ്പാസിലൂടെയുള്ള വാഹനങ്ങൾ സർവീസ് റോഡ് വഴി തിരിച്ചുവിട്ടു. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് തലശ്ശേരി ASP ഡോക്ടർ എം നന്ദഗോപന്റെയും കണ്ണൂർ ACP MP ആസാദിന്റെയും നേതൃത്വത്തിൽ തലശ്ശേരി, ധർമ്മടം, പിണറായി, കതിരൂർ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസുകാരെ സ്ഥലത്ത് വിന്യസിച്ചിരുന്നു. ഈസ്റ്റ് പള്ളൂർ സിഗ്നൽ പോയിന്റിൽ മേൽപ്പാലം നിർമ്മിക്കുന്നതിനാൽ സർവീസ് റോഡ് വഴിയാണ് മാസങ്ങളായി വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത്. ചരക്ക് ലോറികളും ട്രെയിലറുകളും അടക്കം സർവീസ് റോഡിൽ കുടുങ്ങി മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിക്കുകയാണ്. ബൈപ്പാസിലൂടെയുള്ള ദുരിതയാത്രയ്ക്കാണ് വൻതുക ടോൾ നൽകേണ്ടി വരുന്നതെന്നും ബൈപ്പാസ് പൂർവ്വസ്ഥിതിയിലാക്കും വരെ ടോൾ പിരിവ് നിർത്തണമെന്നുമാണ് പ്രതിഷേധ മാർച്ചിലെ പ്രധാന ആവശ്യം. ടോൾ നിരക്ക് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടോൾ ബൂത്തിൽ പോസ്റ്റർ പതിച്ച് പ്രതിഷേധിച്ചിരുന്നു. ജില്ലാ ട്രഷറർ മുഹമ്മദ് സിറാജ്, സംസ്ഥാന കമ്മിറ്റി അംഗം PM അഖിൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ P സനീഷ്, കിരൺ കരുണാകരൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ സ്വാഗതം പറഞ്ഞു.